പെൻഷനുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. വിശദമായ വീഡിയോയിലേക്ക് പോകും മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. സംസ്ഥാനത്ത് വീണ്ടും ഒരു മാസത്തെ പെൻഷൻ കൂടി വിതരണം ചെയ്യാൻ നടപടി ആരംഭിച്ചു. ക്ഷേമ പെൻഷൻ കുടിശ്ശികയും മറ്റു ആനുകൂല്യങ്ങളും വിതരണം ചെയ്യുന്നതിലേക്കായി 1500 കോടിയുടെ വായ്പാ അനുമതി കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും സർക്കാരിന് ലഭ്യമായി. ഈ സാഹചര്യത്തിലാണ് പെൻഷൻ കുടിശ്ശിക വീണ്ടും വിതരണം ചെയ്യാൻ ആരംഭിക്കുന്നത്. ജനുവരി മാസത്തിലെ കുടിശ്ശിക കഴിഞ്ഞ ദിവസമായിരുന്നു ആരംഭിച്ചത്. ബാങ്ക് അക്കൗണ്ടിൽ വാങ്ങുന്നവർക്ക് ബാങ്ക് അക്കൗണ്ടിലേക്കും സഹകരണ സംഘ ഉദ്യോഗസ്ഥർ മുഖേന കൈകളിൽ വാങ്ങുന്നവർക്ക് കൈകളിലെയും ഇന്നു മുതൽ വിതരണം സജീവമാകും. പെൻഷൻ വിതരണം ആരംഭിച്ചെങ്കിലും ഒട്ടുമിക്ക ഗുണഭോക്താക്കൾക്കും തുക എത്തിച്ചേർന്നിട്ടില്ല. തുക ലഭിക്കാത്തവർക്ക് ഇന്നു മുതൽ തുക എത്തിത്തുടങ്ങും. ഈ സാഹചര്യത്തിലാണ് ഒരു മാസത്തെ തുക കൂടി വിതരണം ചെയ്യാനുള്ള നടപടി ഒരുങ്ങുന്നത്. ക്ഷേമ പെൻഷൻ കുടിശ്ശിക വിതരണം ചെയ്യുന്നതുൾപ്പെടെ സാമ്പത്തിക ആവശ്യങ്ങൾക്ക് പണം തേടി സംസ്ഥാന സർക്കാർ വീണ്ടും ഇ-കുബറിനെ സമീപിക്കുന്നു. റിസർവ് ബാങ്കിൻ്റെ കോർ ബാങ്കിംഗ് സൊല്യൂഷൻ സംവിധാനമായ ഇ-കുബർ വഴി കടപ്പത്ര ലേലം ഇറക്കി ജൂലൈ 2 അതായത് ചൊവ്വാഴ്ച അതായത് നാളെ 1500 കോടി രൂപ കടമെടുക്കും. ഫെബ്രുവരി മുതൽ ജൂൺ മാസം വരെയുള്ള 5 മാസത്തെ പെൻഷൻ തുകയാണ് നിലവിൽ കുടിശ്ശിക വിതരണം ചെയ്യാനുള്ളത്. ഇതിൽ ഒരു മാസത്തെ തുക കൂടി വൈകാതെ ഉടൻ തന്നെ വിതരണം ആരംഭിക്കുന്നതാണ്. കൂടുതൽ പെൻഷൻ വിതരണ അറിയിപ്പുകൾക്കായി നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്യാനായി മറക്കരുത്.